റേക്കിയുടെ പവർ വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തിയെ എങ്ങനെ നമ്മൾ ഹീല് കൊടുക്കുന്ന ഒരു ശൈലിയാണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ഒന്ന് ക്രിസ്റ്റൽ. ക്രിസ്റ്റൽ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ക്വാർട്സ് അഥവാ ഈ സ്ഫടികം. ഈ സ്ഫടികത്തിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ഒരു ടംബ്ലർ, ഒരു ക്രിസ്റ്റലിൻ്റെ കല്ല് നമ്മുടെ ഇടത് കയ്യിൽ വെക്കുകയും അതിനു മുന്നേ നമ്മൾ റേക്കി ഗാഷോ മെഡിറ്റേഷൻ ചെയ്ത് റേക്കി ആക്ടിവേഷൻ ചെയ്ത ശേഷം ഇടത് കയ്യിൽ ഒരു ഉള്ളം കയ്യിൽ ഒരു ക്രിസ്റ്റൽ വെക്കുകയും വലത് കൈ കൊണ്ട് ഇടത് കൈയിലൂടെ റേക്കി എനർജിയെ ക്രിസ്റ്റലിലൂടെ സ്വീകരിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് ഈ ഒരു രീതിയിൽ ഏത് വ്യക്തിയിലേക്കാണോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലേക്കാണോ അവിടെ നന്നായിട്ട് ഹീൽ ചെയ്യുമ്പോൾ വളരെയധികം പവർഫുള്ളായിട്ട് ആംപ്ലിഫൈ ചെയ്തുകൊണ്ട്, ആംപ്ലിഫൈ ചെയ്യാനുള്ള കാരണം ഈ കയ്യിലിരിക്കുന്ന ഈ ക്രിസ്റ്റല് ക്ലിയർ ക്വാർട്സ് വരുന്ന റേക്കി എനർജിയെ സ്വീകരിച്ച് എനർജി ആംപ്ലിഫൈ ചെയ്തിട്ട് വലത് കൈയിലൂടെ പുറത്തേക്ക് വിടുന്ന ഒരു ശൈലിയാണ് ഇത്. അപ്പോൾ ഇതിൽ ഒരു വ്യക്തിനെ ഡിസ്റ്റൻസ് ആയിട്ടാണ് നമ്മൾ ചെയ്യുമ്പോൾ ആ വ്യക്തിയെ കുറച്ച് ദൂരെ ഇരുന്നു കൊണ്ട് ഇതുപോലെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് നന്നായിട്ട് റേക്കി ഹീല് കൊടുക്കാൻ പറ്റും. ഇതൊരു ശൈലിയാണ്. ഇനി അടുത്ത ഒരു ശൈലി പറയുന്നത് ഇതേപോലെ ക്ലിയർ ക്വാർട്സിന്റെ സ്ഫടികത്തിന്റെ രണ്ട് മോതിരങ്ങൾ നമ്മുടെ കയ്യിൽ ധരിച്ചുകൊണ്ട്, ഇപ്പോൾ രണ്ട് മോതിരം എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ക്രിസ്റ്റലിന്റെ ഈ ക്ലിയർ ക്വാർട്സ് ഈ രീതിയിലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ രണ്ട് മോതിരങ്ങളും രണ്ട് കൈയുടെ മോതിര വിരലിൽ വേണം ധരിക്കാൻ. മോതിര വിരലിൽ ധരിച്ചുകൊണ്ട് ഏതു കൈയിലൂടെയാണോ റേക്കി എനർജിയെ നമ്മൾ പ്രപഞ്ചത്തിൽ നിന്നും സ്വീകരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്, ആ കയ്യിലെ ക്ലിയർ ക്വാർട്സിന്റെ മോതിരത്തിന് തൂക്കം വളരെ കൂടുതൽ ഉണ്ടായിരിക്കണം. കുറച്ച് വെയിറ്റ് കൂടിയതും വലത് കൈയിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന അത് തൂക്കം കുറഞ്ഞിട്ടുമാണെങ്കിൽ, ഇപ്പോൾ രണ്ട് കൈയിലും മോതിരം ധരിച്ച് ആ ഇടത് കൈയിലാണ് കൂടിയാണ് നമ്മൾ റേക്കിനെ സ്വീകരിക്കുന്നതെങ്കിൽ ഇടത് കൈയിലെ മോതിരത്തിന് താരതമ്യേന തൂക്കം കൂടുതലും, ആ തൂക്കം കൂടുതൽ ഉള്ള കയ്യിലൂടെ റേക്കി എനർജിയെ സ്വീകരിച്ചുകൊണ്ട് വലത് കൈ കൊണ്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ റേക്കി കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ആംപ്ലിഫൈ ആയിട്ട് റേക്കി എനർജി ആ വ്യക്തിയിലേക്ക് പ്രവഹിക്കുകയും ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ റേക്കി പഠിക്കുന്ന ആളുകൾ അത് പരിശീലിക്കുക. ഈ തന്നിരിക്കുന്ന വീഡിയോയിൽ സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതും കൂടിയാണ്. ഇപ്പോൾ എൻ്റെ വാട്സപ്പ് നമ്പറുണ്ട്. അതുപോലെ റേക്കി പഠിക്കാൻ താല്പര്യമുള്ള, റേക്കി ദീക്ഷ സ്വീകരിക്കാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായിട്ടും വിളിക്കുക, സംസാരിക്കുക.